ഹലോ ഗൈസ്, വെൽക്കം ടു ക്യൂട്ടി GPNS പ്രിൻസസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അച്ഛൻ്റെ തറവാട് അമ്പലത്തിനാണ് ഇപ്പോൾ പോണേ. ഇപ്പോൾ നമ്മൾ വീഡിയോക്കുള്ള പോവാം. ഗൈസ്, നമ്മൾ അമ്പലം എത്താറായി. ഇനി കുറച്ച് ദൂരമല്ലോ, ഇത് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. എല്ലാം കാണാപ്പോൾ നല്ല ഗ്രീനിഷ് ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവരെ കാണാം. ഗൈസ്, നമ്മളൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ പോണ പോലെ ഉണ്ട്. ഗ്രാമമാണ്, ശരിക്കും പറഞ്ഞാൽ ഗ്രാമമാണ്. ഇവിടെ കണ്ടോ, ഇപ്പുറ സൈഡ് ഫുള്ള് ഗ്രീനിഷാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഭംഗിയുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്ര സിറ്റിയിലൊന്നും ഇത്ര ഇത് കണ്ടിട്ടില്ല. ബട്ട് വില്ലേജിലാണ് ഇത് ഇത്രയും ഉള്ളത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഫുൾ ഗ്രീനിഷ്. നല്ല റിവർ പോലെ ഉണ്ട് ഗൈസ്. ആ റിവറാണ് തോന്നുന്നു, ഐ ഡോണ്ട് നോ. ഇപ്പോൾ ഇവിടെ നിറയെ ഭാഷ വന്നിട്ട്, പക്ഷേ ഈ വഴികളൊക്കെ ഞാൻ കാണുമ്പോൾ പുതിയതായിട്ട് വന്ന പോലെ ഉണ്ട്. ശരി, വരും, നമ്മൾ പോകാൻ കാണാം. ഗൈസ്, നല്ല പാടം ഗൈസ്, നല്ല പാടം. ഫുള്ളായിട്ട് കാണാൻ പറഞ്ഞാൽ ഒരു ഗ്രീനിഷ് ടീം പോലെയാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിറയെ ചെടികളും മരങ്ങളും കൊടികളും എല്ലാം ഉണ്ട്. ഗായ്സ്, എൻ്റെ അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരുമേ ഫാമിലിയോടെ പോവാണ്. എൻ്റെ ഏട്ടനുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അച്ഛമ്മയുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, ഞാനുണ്ട് ഗൈസ്. ആൻഡ് എൻ്റെ ഫാമിലി നിങ്ങളും ഉണ്ട് ഗായ്സ്. ഇവിടെ വന്ന് നമ്മളിപ്പോൾ മൂലങ്കോലിലെത്തി. ഇവിടെ കണ്ട ഫുള്ളായിട്ട് വന്ന് ഗ്രീനിഷ് ആയിട്ടാണ് എല്ലാമേ ഉള്ളത്. ഇത് എന്താണ്, മരമുണ്ട്, ചെടിയുണ്ട്, ഒരു തോട്ടമേ ഇവിടെ ഉണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് പുതിയ പാലം. കണ്ട അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഡിസൈനോടെ ഉണ്ട്. ആൻഡ് അവിടെ ലേക്ക് ഉണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ അമ്പലം എത്തി. ബാക്കിലിരിക്കുന്നതാണ് അമ്പലം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ഇവിടെ വന്ന് എൻ്റെ അച്ഛനും എൻ്റെ ഏട്ടനും എൻ്റെ അച്ഛമ്മയും അവിടെ അർച്ചന ചെയ്യാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഇപ്പം അങ്ങോട്ടേക്ക് പോവും. അതിപ്പോൾ നമ്മളും പോവുന്നുണ്ട് കേട്ടോ. ഗായ്സ്, അമ്പലടുത്തൊരു ബ്യൂട്ടിഫുൾ കുളമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത്ര വലിയൊരു കുളമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നല്ല വലുതാണ് ഗായ്സ്. അവിടെ തൊട്ട് ഇവിടെ വരയ്ക്കും, ഈ എഡ്ജ് വരയ്ക്കും ഉണ്ട്. ഇതാണ് അമ്പലം ഗായ്സ്. ഇവിടെ വന്ന് നമ്മൾക്ക് ഇവിടെയും ഒന്ന് വിനായകരുടെ ചിലയുണ്ട്. ഇവിടെയാണ്. അപ്പോൾ അമ്പലം ഉള്ളിൽ പോകുന്ന സ്ഥലം ഇവിടെയാണ്. ഇപ്പോഴാണ് ഞങ്ങൾ മമ്പാട് ദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് വന്നത്. ഇതാണ് അവിടെ നിന്ന് പ്രസാദം കിട്ടി. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം നിറയെ ഫ്ലവേഴ്സൊക്കെ ഇതിലുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ വന്ന് ഫുൾ അടിപൊളിയായിട്ടൊരു സീനറി ഉണ്ട്. അതിപ്പോൾ ഞങ്ങൾ കാണിച്ചാൽ വരും, നോക്കാം ഗായ്സ്. ഇത് വന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലത്തെ എന്താ പറയുക, മുത്തപ്പൻ മരമാണിത്. അമ്പലം ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ മുത്തപ്പൻ കാവാണ്. ഇതാണ് ഗൈസ്. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. വരൂ ഗൈസ്. ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു സ്റ്റോറിയാണ്. ഇത് എന്താണ് പറഞ്ഞത്, ഈ മരത്തിൻ്റെ സ്റ്റോറി. പണ്ടൊരു മുത്തപ്പൻ നമ്മുടെ ഫാമിലി ഉണ്ടായിരുന്നു. പഴയ തലമുറ നമ്മുടെ ഫാമിലി ഉണ്ടായിരുന്നു. അവർ വന്ന് ഈ ഫാമിലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവർ വന്ന് ഓരോരോ അമ്പലത്തേക്കായിട്ട് പോകാൻ തുടങ്ങി. പിന്നെ അവർ പോകാൻ തുടങ്ങിയിട്ട് തിരിച്ച് വന്നതേ ഇല്ല. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ മരം ഇവിടെ വെച്ചിരിക്കുന്നത് ഗായ്സ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോണത് ഒരു ചെറിയ തട്ടുകടയാണ് ഇവിടുത്തെ. ഇവിടെ ഞങ്ങൾ എപ്പോഴും കഴിക്കാറുണ്ട്, കാരണം ഇവിടെ നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റായ ഇഡ്ഡലിയൊക്കെ കിട്ടും. ഈ ചേച്ചി ആണ്, അവിടെ ഒരു ചേച്ചി ഉണ്ടാവും, അവരാണ് ഉണ്ടാക്കാൻ നന്നായി ഉണ്ടാവും കേട്ടോ. അവർ കാണിച്ചു തരാം ഗായ്സ്. ഇതാണ് എൻട്രൻസ്. ശ്രീ കട്ടിക്കുളങ്ങര എഴുതിയിട്ടുണ്ട്, ഭഗവതി ടെമ്പിൾ. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ അമ്പലം കാണാൻ പറ്റും, ഇഡ്ഡലി കട കാണാൻ പറ്റും. അത് ഞാൻ പറഞ്ഞ ഇഡ്ഡലി കടി അതാണ് കേട്ടോ. ഒരു ചെറിയൊരു ഇഡ്ഡലി കട ഇവിടെ. പക്ഷേ ഇഡ്ഡലി അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. ഒരു ടേസ്റ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ ടേസ്റ്റിന് അത്ര നന്നായി ഉണ്ടാവും. ഞാൻ ചേച്ചിനെ കാണിച്ചു ഗായ്സ്. ഇതാണ് ചേച്ചി. ഇവിടെ വന്ന് നല്ല ഇഡ്ഡലിയൊക്കെ നല്ല ടേസ്റ്റോടെ കിട്ടും. മമ്പാട് കട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലാണ്. അതെ ഈ മരം കൊണ്ട് എത്ര കാലമുള്ള മരമാണ്, വലിയൊരു മരം.
ഗായ്സ് ഇവിടെ കണ്ടോ, കട്ടിക്കുളം അമ്പലത്തിൽ ബ്യൂട്ടിഫുൾ ഒരു കുളമുണ്ട്. ഈ കുളത്തിൻ്റെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കാണുമ്പോൾ ഭയങ്കര വലുതാണ്, കാണാൻ പറ്റും, ഭയങ്കര വലുതാണിത്. ഈ എച്ച് തൊട്ട് ആ എച്ച് വரைக்கும் ഉണ്ട്. വരും നമ്മളോട് ഇങ്ങനെ ഒളിച്ചടുത്ത് പോയി നോക്കാം. ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ്, ഭയങ്കര വലുതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എത്ര വലുതാണ്. അവിടെ ആ ഒരു കോർണർ തൊട്ട് ഈ ഒരു കോർണർ വரைக்கும் അതുണ്ട് ഗൈസ്. അപ്പോൾ മൊത്തം എത്ര സെൻറ്റിമീറ്റർ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് അറിഞ്ഞൂടാ. അതിൽ പിന്നെ ഒരു പാടമുണ്ട്. ആൻഡ് ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യും, മറക്കാതെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ. ബൈ, കമൻറ്റ് ഓൾസോ.